ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യങ്ങൾ ചിറകുപടർത്തിയ കാലത്ത് ആ ദൗത്യത്തിനും സ്വപ്നത്തിനുമൊപ്പം ഇതുപോലൊരു സൈക്കിൾ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെ നമ്മുടെ മിസൈൽ മാനായിട്ടുള്ള മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം റോക്കറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ സൈക്കിളിൽ വെച്ച് തള്ളിക്കൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇതു ഞാൻ പറയാൻ കാരണം എല്ലാത്തരം മനുഷ്യരോടും എല്ലാ വിധത്തിലുള്ള ദൗത്യങ്ങളോടും സൈക്കിൾ എന്ന ഈ ഇരുചക്ര വാഹനം ബന്ധപ്പെട്ടിട്ടുണ്ട്. ആയിരത്തി 1840-കളിലാണ് ലോകം 2 ടയറുകളിൽ ഇങ്ങനെ കറങ്ങി തുടങ്ങിയത്. പിന്നീട് അങ്ങോട്ട് ഭൂമിയിൽ ജനിച്ചു വീണ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിന്റെ ഭാഗമായി സൈക്കിൾ. ഭൂമിയെ തൊടുന്നത് 1 മുതൽ 2 ഇഞ്ച് വരെ മാത്രം വീതിയുള്ള ടയർ മാത്രം. എന്നിട്ടും മലഞ്ചെരിവുകളിലും കടലോരങ്ങളുമെല്ലാം സൈക്കിൾ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. പാവപ്പെട്ടവനും പണക്കാരനും സൈക്കിളിന്റെ ഭാഗമായി. 2 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ തൊട്ടിൽ നിന്ന് സൈക്കിളിലേക്കാണ് എടുത്ത് ഇരുത്തുന്നത്. ഒരു കാലത്ത് യാത്രയ്ക്കും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനുമെല്ലാം ആശ്രയം സൈക്കിളായിരുന്നു. ലോഡ് സൈക്കിൾ എന്ന് വിളിച്ചിരുന്ന വലിയ ഭാരങ്ങൾ കയറ്റാവുന്നവ ഒരു കാലത്ത് കമ്പോളങ്ങളുടെ ഹീറോ ആയിരുന്നു. ഇനി സൈക്കിളിന്റെ കേരള കഥ കേൾക്കാം. കേരളത്തിലെ സൈക്കിൾ ചരിത്രത്തിന് ഏതാണ്ട് 150 വർഷത്തെ പഴക്കമുണ്ട്. ആ പഴക്കത്തോടൊപ്പം തന്നെ, ആ ചരിത്രത്തോടൊപ്പം തന്നെ നടന്ന 65 വർഷമായി സൈക്കിൾ മേഖലയിൽ നിൽക്കുന്ന വ്യക്തിയാണ് കരുനാഗപ്പള്ളി സ്വദേശിയായിട്ടുള്ള ഡി മുരളീധരൻ. ചേട്ടാ, പണ്ട് കാലത്ത് എനിക്ക് ആദ്യമായിട്ട് സൈക്കിൾ വാങ്ങിക്കുന്ന സമയത്ത് 1100 രൂപയായിരുന്നു. ഇപ്പം നമ്മുടെ സൈക്കിളിൻ്റെ വില മാറി, സൈക്കിളിൻ്റെ രൂപം മാറി. എന്താ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത? പണ്ട് ഒരു 8 വയസ്സിൽ അപ്പുറത്ത് സൈക്കിൾ വാങ്ങിക്കൊടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഒരു കുട്ടിക്ക് 2 വയസ്സ് മുതൽ സൈക്കിൾ വാങ്ങിക്കൊടുക്കുന്ന സ്ഥിതിയായി. കാരണം സൈക്കിളിലേക്ക് ഒരു അഫെക്ഷൻ പുതിയ തലമുറയ്ക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ചില ആൾക്കാർ പറയും ബുള്ളറ്റ് അല്ലെങ്കിൽ എൻഫീൽഡ് അത് പോലെയായിരുന്നു ഒരു കാലത്ത്. റാലി സൈക്കിൾ ഉണ്ടെങ്കിൽ അവർ ഹീറോയാണ്. ബ്രിമിംഗാമിൽ നിന്നാണ് റാലി സൈക്കിൾ വരുന്നത്, ലണ്ടനിൽ. അപ്പോൾ അന്നത്തെ കാലത്ത് അതിൻ്റെ ഒരുപാട് സവിശേഷതകളുണ്ടായിരുന്നു. ഗിയർ സൈക്കിൾ, ഇന്ത്യയിൽ ഗിയർ സൈക്കിൾ ഇല്ല. അന്നത്തെ കുലീന കുടുംബങ്ങളിൽ കാറും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വിലമതിപ്പുള്ള കാറിനേക്കാൾ വാല്യൂ ആയിരുന്നു. മന്ത്രിമാരടക്കമുള്ള ആൾക്കാർ സൈക്കിൾ ചവിട്ടിയായിരുന്നു കൊണ്ടുവന്നു. മന്ത്രിമാർ സൈക്കിളിൽ പോയിട്ടുണ്ട്, സ്റ്റേറ്റ് മുഖ്യമന്ത്രിമാർ സൈക്കിളിൽ പോയിട്ടുണ്ട്. സൈക്കിൾ എന്ന് പറയുന്നത് ആരും അകറ്റി നിർത്തുന്ന ഒരു വസ്തുവല്ല. കാരണം അത് മനുഷ്യ ജീവിതവുമായി ഇഴുകിച്ചേർന്നതാണ്. ഇത് പഴയകാലത്തെ പടക്കുതിരയായിരുന്ന റാലി സൈക്കിള്. തൊട്ട് സമീപത്ത് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾ മുതൽ ഈ സൈക്കിള് ചവിട്ടി വ്യായാമം അറിവ് കണ്ടെത്താൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ ഗിയർ സൈക്കിള്. ഇത് എത്ര കാലത്ത് മുമ്പായിരിക്കും ഗിയർ സൈക്കിൾ? ഗിയർ സൈക്കിൾ കഴിഞ്ഞ ഒരു 30 വർഷക്കാലത്തിനുമാണ് മാർക്കറ്റിലേക്ക് വരുന്നത്. വളരെ പോപ്പുലറായി വിദേശ നിർമ്മിതമായ ഫിറ്റിങ്സാണ് ഇതിനുപയോഗിക്കുന്നത്. 8500 രൂപ തുടങ്ങിയാൽ ഏതാണ്ട് ഇന്ത്യയിൽ പോപ്പുലറായിട്ട് പോകുന്ന ഒരു 55,000 രൂപ വരെയുള്ള ഗിയർ സൈക്കിൾ മാർക്കറ്റ് ചെയ്യുന്നു. സൈക്കിളിനെ രാജകീയ പ്രൗഢിയോടുകൂടി കാണുന്ന ഒരു സമൂഹത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പറഞ്ഞാലും തീരാത്തത്ര കഥകളുണ്ട് സൈക്കിളിന്. അത് മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തുടക്കത്തിൽ തടിയിലാണ് സൈക്കിൾ നിർമ്മിച്ചതെങ്കിൽ ഇന്ന് കോലം മാറി. വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് സൈക്കിൾ നിർമ്മാണത്തിൽ നടക്കുന്നത്. എങ്ങനെയൊക്കെ രൂപം മാറിയാലും മനുഷ്യർക്ക് സൈക്കിളിനോടുള്ള പ്രേമം അവസാനിക്കില്ല. ക്യാമറമാൻ ഷാനാസ് പരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.